റൂമിലൊരു കട്ടിലുണ്ട്. ആ കട്ടിലുമ്മൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോ കുറെ ആളുകൾ വന്നു. KMCC-യുടെ വളണ്ടിയർമാരുടെ നേതൃത്വമാണ് ഞങ്ങളെല്ലാം. 1000-ഓളം വളണ്ടിയർമാരെ ഞങ്ങൾ ഇറക്കുന്നുണ്ട്. KMCC-യുടെ ആളുകളാണ്. ഞങ്ങൾ നിങ്ങളെ കണ്ട് പരിചയപ്പെടാൻ വന്നതാണ് എന്ന് പറഞ്ഞു. ശരിയാണ്, അവിടുത്തെ സൗദി അറേബ്യയിലെ KMCC-യുടെ നേതാവ് പ്രസിഡന്റ് ഉണ്ട് എന്ന് പിന്നീട് ഞാൻ അറിയുന്നു. എനിക്ക് ആരെയും അറിയില്ല. പിന്നെ വേറൊരാൾ ചന്ദ്രികന്റെ ലേഖകനാണെന്ന് പറഞ്ഞു, വേറൊരാൾ വേറൊന്ന് പറഞ്ഞു, കുറെ ആൾ വന്ന് പോയി. ഇപ്പോ ഹജ്ജിന് പോയപ്പോ മിനായിൽ ഞാൻ ഇഹ്റാമിലിരിക്കുമ്പോൾ കുറെ KMCC-ന്റെ ആളുകളാണ്, വളണ്ടിയർമാരാണ്, ഞങ്ങള് നിങ്ങളെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോ എന്നാൽ നിങ്ങൾ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കാവൂ കേട്ടോ. ഗ്രൂപ്പ് നോക്കിയോ കക്ഷി നോക്കിയോ ഭാഷ നോക്കിയോ നിങ്ങൾ വേർതിരിവ് കാണിക്കരുത്. എല്ലാ ഭാഷക്കാർക്കും എല്ലാ നാട്ടുകാർക്കും നിങ്ങളുടെ സേവനം ചെയ്തു കൊടുക്കണം എന്ന് ഞാൻ അവരോട് ഉപദേശിക്കുകയും ചെയ്തു. അത് എഴുതിയെടുത്ത് അവർ പോയി. പിറ്റേന്ന് അതാ ഞങ്ങള് പുത്തൻ പ്രസ്ഥാനക്കാരെ കൂടെ പോയി എന്ന് പറയുന്ന കാന്തപുരം സ്വീകരിച്ചത് കണ്ടില്ലേ? ഞാനറിയോ ഇത് പുത്തനോ പഴയതോ അല്ലെങ്കിൽ എന്താണെന്നറിയോ? ഇവര് വെറുതെ അങ്ങോട്ട് പറയാ പുത്തൻ പ്രസ്ഥാനക്കാര്. അത് പുത്തൻ പ്രസ്ഥാനമൊന്നും അല്ല എന്നാണ് ഞാൻ കേട്ടത്, അന്വേഷിച്ചോളുള്ളത്. ഇനി അക്കൂട്ടത്തിൽ ഏതോ ഒരുത്തരുണ്ടായിരിക്കാം. അല്ലാഹു തആല ഓന് ഹിദായത്ത് കൊടുക്കട്ടെ. നമ്മളെടുക്കൽ ഇങ്ങനെ വന്ന് നമ്മളെ പ്രവർത്തനം എന്നൊക്കെ കാണുമ്പോ അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കാൻ വഴിയുണ്ട്. ഏതായിരുന്നാലും അവരുടെ അപ്പൊ അതിന് മറുപടിയാണ്.